നമ്മുടെ കയ്യിലെങ്ങാണോ ഒരു വാർത്ത കിട്ടിയ സുബ്ഹാനല്ലാഹ് എമ്പുരാന്റെ കഥ പോലും മാറിപ്പോകും. അങ്ങനത്തെ തിരക്കഥകൾ നമ്മൾ എഴുതും. ഞാനൊരു തെറ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോട് മുഴുവനും പറയും. വേണ്ട, നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അത് നിങ്ങൾ എന്ത് ചെയ്യും? ആ പെണ്ണിന്റെയും പയ്യന്റെയും ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ട് ലോകം മുഴുവനും അറിയിക്കും. എത്ര പറഞ്ഞ് നാണം കെടുത്താൻ പറ്റുമോ അത്രയും നാണം കെടുത്തും. നിങ്ങൾ ചിന്തിക്കുക പെങ്ങളെ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ പെണ്ണിന് തോന്നി, അല്ലാ ഞാൻ ചെയ്തത് പാവം അവിടച്ചവനെ, ഞാൻ ചെയ്തത് തെറ്റാ അവിടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുവോ? അള്ളാഹു പുറത്തു കൊടുക്കും. നീ ഈ ഫോട്ടോ ഇട്ടിട്ട് ഷെയർ ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ലേ, നീ അള്ളാഹിനോട് തൗബ ചെയ്ത അള്ളാഹ് പുറത്തു തരുവോ? ഇല്ല. അപ്പൊ നിനക്ക് വിവരമുണ്ട് അല്ലെ? അപ്പൊ എല്ലാത്തിനും അറിയാം, എല്ലാത്തിനും ഇതറിയാം. നമ്മൾ എപ്പോഴും നല്ലത് ചിന്തിക്കാവൂ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, ലൗലാ ഇദ സമിഅതുമൂഹു ലന്നൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഅൻഫുസിഹിം ഖൈറ. എപ്പോഴും നല്ലത് വേണം ചിന്തിക്കാൻ. അതെന്തെങ്കിലും ആയിരിക്കും, നിങ്ങൾ ചുമ്മാതെ മിണ്ടാതിരിക്കും. അത് അവര് സംസാരിച്ചതായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങൾ ചുമ്മാതെ പറയുന്നതായിരിക്കും. അവരങ്ങനെ നടക്കുന്നവരല്ല. ഇവിടെ ഒരു മോശമായ കാര്യം പറയുന്നത് കേട്ടാൽ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈ മന്ദരും